ഈ യാത്ര പോണത് വയനാട്ടിലെ ചൂരൽമലയിലേക്കാണ്. കഴിഞ്ഞ വർഷം, അതായത് 2024 ജൂലൈ 30, നമ്മൾ ആരും തന്നെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു തീയതിയാണ്. ഈ വലിയ ദുരന്തം നടക്കുന്നതിന് മുമ്പുള്ള ചൂരൽമല അതൊരു വീഡിയോയിലൂടെയാണ് കണ്ടിട്ടുള്ളത്. എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു അത്. ഈ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. അതാണ് വയനാട്ടിലെ മേപ്പാടി, ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളൊക്കെ. കേരളത്തിൽ എടുത്തു പറയാൻ പറ്റിയ അതിസുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് വയനാട്. മല ലക്ഷ്യം വെച്ച് നീങ്ങി. ഏകദേശം 4-4:30 മണിയായിട്ടുണ്ടായിരുന്നു. തോട്ടം തൊഴിലാളികളൊക്കെ ജോലിൻ്റെ അവസാന ഘട്ടത്തിലാണ്. കാഴ്ച എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾ അവിടുന്ന് കാണാതായതും മരണപ്പെട്ടതുമായിട്ടുള്ള ഓരോ ഫോട്ടോ ആണ്. പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണത്. അതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ട്രീ വാലി റിസോർട്ടിൻ്റെ ജീപ്പായിരുന്നു ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. അങ്ങനെ അതിലൂടെ നമുക്കറിയാം, ഈ പാലം നമുക്കെല്ലാവർക്കും വലിയ പരിചയമുള്ളൊരു പാലം തന്നെയാണ്. നമ്മൾ കണ്ടതാണ് അന്ന് നമ്മുടെ പട്ടാളത്തിൻ്റെ ദ്രുതഗതിയിൽ ഈ ഒരു പാലം പണിഞ്ഞതൊക്കെ. ആ പാലത്തിലൂടെ ഞങ്ങൾ മെല്ലെ അക്കരയ്ക്ക് നീങ്ങി. ഒരുപാട് ആളുകൾ അവിടെ കാണാൻ വരുന്നവരും അല്ലാതെയൊക്കെ ഉണ്ട്. പെർമിഷൻ എടുത്തിട്ട് പോകുന്നവരും മുകളിൽ അവരെ താമസിക്കുന്നവരൊക്കെ ഉണ്ട്. അവിടുത്തെ ജോലിക്കാരുണ്ട്, എല്ലാം ഉണ്ട്. ഈ പാലം ഇങ്ങനെ കടക്കുന്ന സമയത്തൊക്കെ ഓർമ്മ വരുന്നത് അന്നത്തെ കാഴ്ചകളാണ്. നമുക്കറിയാം, അന്ന് അവിടെ ഉണ്ടായിട്ടുള്ള ഓരോരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജനങ്ങൾ അനുഭവപ്പെട്ടതും ഈ പാലത്തിലൂടെ അക്കരയ്ക്ക് ആളുകൾ പോയതും വന്നതൊക്കെ തന്നെ. നാനാ മതസ്ഥരായിട്ടുള്ള ആളുകളെ മറവ് ചെയ്തുള്ള ഈ ഒരു സ്ഥലം, ഇവിടെ വന്നാൽ ഈ കാഴ്ചകളൊക്കെ കണ്ടാൽ, ഈ ഭൂമിയിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ മനുഷ്യരായിട്ടുള്ള നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാഴ്ചകളാണ്. കാരണം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും, ആണും പെണ്ണും, പണമുള്ളവനും ഇല്ലാത്തവനും, എല്ലാവരും, കുട്ടികളും, എല്ലാവരെയും, അവരെ ശരീരം മുഴുവനായിട്ടുള്ളവരുണ്ട്, പകുതിയായിട്ടുള്ളവരുണ്ട്, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടുള്ളവരുണ്ട്, എല്ലാം അതാ ഈ ഒരു ഭൂമിയിൽ അടക്കിയിട്ട് പടച്ചോൻ നമ്മൊക്കെ കാണാൻ വേണ്ടിയിട്ട്, കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരുക്കി തന്നതാണോ എന്ന് തോന്നിപ്പോവും. അത്തരത്തിലുള്ള ഒരു ഭൂമിയാണ് ഹൃദയഭൂമി എന്ന് പറഞ്ഞത്. ഇതുപോലൊരു ഹൃദയഭൂമി നമ്മൾ ഈ ലോകത്ത് മറ്റെവിടെങ്കിലും ഉണ്ടാവുമെന്ന് ഞാനൊന്ന് ഓർത്തുപോയി. കാരണം ഓരോരുത്തരും അവരവരെ വേണ്ടപ്പെട്ടവരെ മറവ് ചെയ്ത സ്ഥലങ്ങൾ വന്നിട്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ പരിപാലിച്ചു പോകുന്നുണ്ട് ഇപ്പോഴും. ഈ കാഴ്ചകളൊന്നും നമുക്ക് കണ്ണ് നിറഞ്ഞിട്ടല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. 3 സഹോദരങ്ങൾ, അവർ 3 ഇതില്ല കിടക്കുന്നത്. അവരെ വളരെ പ്രിയപ്പെട്ടവരാരോ അവർക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ അത് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്.